ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോയത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഒരു മാസത്തെ ഗ്രോസറി ഐറ്റംസ് എല്ലാം മേടിക്കാനായിട്ട്, ഉള്ള പർച്ചേസിങ് എല്ലാം ചെയ്യാനായിട്ട് നേരെ പോയത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ കണ്ടതായിരുന്നു, കേട്ട സൗണ്ടായിരുന്നു എൻ്റെ യഥാർത്ഥ അവിടെ ചെന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, ക്രോക്കറി ഐറ്റംസ്, വീട്ടിലേക്ക് വേണ്ടുന്ന സകല ഐറ്റംസ് A to Z സാധനങ്ങൾ ഒരുപാട് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് എൻ്റെ കിളി പറന്ന ഒരു ദിവസമായിരുന്നു. 3 നിലകളിലായിട്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അതിൽ ഫുള്ള് വീട്ടിലേക്ക് വേണ്ടുന്ന A to Z തിങ്സ് ഉണ്ടായിരുന്നു. നട്ട്സ് ഐറ്റംസ്, പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ പലചരക്ക് സാധനങ്ങൾ, അതായത് എണ്ണ, കുക്കിംഗ് ഓയിൽ, ബാക്കിയുള്ള എല്ലാ ഐറ്റംസും, വീട്ടിലേക്ക് വേണ്ടുന്ന സ്റ്റേഷനറി ഐറ്റംസ്, കുട്ടികളുടെ തന്നെ പഠിക്കുന്ന ബുക്കും പെന്നും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എല്ലാം കാണാൻ പറ്റും. ഇത് മൊത്തത്തിലുള്ളൊരു ലാർജ് വീഡിയോ ആണ് ഈ വരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കാണുമായിരുന്നേ. അപ്പോൾ ഓരോന്നിൻ്റെയൊക്കെ റേറ്റൊക്കെ നോക്കി എനിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ പറക്കി ഇടാനായിട്ട് ഒരു വലിയ ട്രോളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം ട്രോളിയും കളഞ്ഞിട്ട് ഈ കുക്കിങ്ങിൻ്റെ ഐറ്റംസ്, അതായത് പാത്രങ്ങളുടെ സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേന് എൻ്റെ കൺട്രോൾ പോയിട്ട് നേരെ ഒരൊറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം എനിക്ക് വേണ്ടുന്ന കുറേ ഐറ്റംസൊക്കെ നോക്കി, ഡിന്നർ സെറ്റൊക്കെ നോക്കി. അപ്പോൾ അതെല്ലാം നോക്കി ഇങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് ഓടി നടക്കുക. എനിക്ക് വേണ്ടുന്ന കുറേ ഐറ്റംസ് ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഒരുപാട് സന്തോഷമായി. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ, ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ നെസ്റ്റോയുടെ പോകുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോഴത്തേനും എൻ്റെ കിളി പറന്ന്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ഓരോന്ന് എടുക്കേണ്ട അവസ്ഥ. എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം അടിപൊളി സാധനങ്ങൾ. അപ്പോൾ അത്ര സന്തോഷത്തിൽ ഞാൻ ഓടി നടന്ന് ഓരോന്ന് ഞാൻ ഇങ്ങനെ പറക്കുന്നത് അനുസരിച്ചിട്ട് ചേട്ടൻ്റെ ട്രോളിയിലോട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. അവിടെ എല്ലാം നടന്ന് ഓരോ പാത്രങ്ങളും, എനിക്ക് വേണ്ടുന്ന കിച്ചണിലേക്ക് വേണ്ടുന്ന ഐറ്റംസ്, പിന്നെ ഫുഡ് അതായത് നമ്മുടെ കാസ്ട്രോള്, അങ്ങനെ കുറേ ഐറ്റംസ്. ഞാൻ അതെല്ലാം കാസ്ട്രോളൊക്കെ കാസ്ട്രോളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം എടുത്ത് അതെല്ലാം നേരെ അതിലേക്ക് ചേട്ടൻ്റെ വലിയ ട്രോളിയിലേക്ക് എടുത്ത് വെച്ചിട്ട് നേരെ ഓരോന്ന് തപ്പി നടക്കും. അവിടെ ഇനി എന്തൊക്കെ എടുക്കണം എന്നുള്ള ഒരു ആകാംക്ഷയിൽ അവിടെ കണ്ട എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആദ്യമേ എൻ്റെ ഫേസിലും എൻ്റെ ആ ഒരു പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കണ്ട് പിന്നെ അവസാനം ഞാൻ ട്രോളി ഉരുട്ടാൻ തുടങ്ങി. ട്രോളി ഉരുട്ടി ഒരു ലെവൽ കഴിയുമ്പോഴത്തേന്, അതായത് എനിക്കിഷ്ടപ്പെടുന്ന ഒരു മേഖല വരുമ്പോഴത്തേന് ഞാൻ നേരെ ട്രോളി അങ്ങ് കൈമാറിയിട്ട് പിന്നെ ഫുള്ള് അവിടെ എല്ലാം അരിച്ചു പറക്കലാണ് എൻ്റെ ജോലി. പിന്നെ അവിടുന്ന് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോയി. അവിടെ കുറേ ഡ്രസ്സ് ഐറ്റംസ് ആയിരുന്നു. ഡ്രസ്സിൻ്റെ പല വെറൈറ്റീസ്, അത് ജെൻസിൻ്റെ, കിഡ്സിൻ്റെ, വുമൻസിൻ്റെ, അങ്ങനെ ഒരുപാട് സെക്ഷനിലായിട്ട് ഒരുപാട് സെലക്ഷൻ. പിന്നെ അതിൻ്റെ അവിടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, അങ്ങനെ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെ ഭയങ്കര ഒരു ശേഖരം തന്നെ അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഞാൻ നോക്കി. ഒരുപാട് ഓഫറിലാണ് ഇതെല്ലാം ഇട്ടേക്കുന്നത്. അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളും ഉണ്ട്. നല്ല തിരക്കായിരുന്നു. മറ്റന്നാൾ വിഷു ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് തിരക്കായിരുന്നു. ഒരുപാട് ആളും ഉണ്ടായിരുന്നു. അപ്പം കാർ പാർക്കിങ്ങിന് തന്നെ ഒരുപാട് സ്പേസ് കുറവായിരുന്നു. എന്നിട്ട് അവിടെ എല്ലാം നടന്ന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും. അതേപോലെ തന്നെ ഈ ബാഗ്, ട്രോളി ഐറ്റംസ് ഒക്കെ ഒരുപാട് റേറ്റ് കുറവുണ്ട്. ഒരുപാട് എണ്ണത്തിനൊക്കെ ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 എണ്ണം വാങ്ങുമ്പം 1 എണ്ണം ഫ്രീ, അതേപോലെ 3 എണ്ണം വാങ്ങുമ്പോൾ അങ്ങനെ ഓരോരോ ഓഫറിലൊക്കെ ഓരോന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റേറ്റും കുറവുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഐറ്റംസും ആയിരുന്നു കിടക്കുന്നതെല്ലാം. നല്ല അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ നോക്കി. ട്രോളിയൊന്നും നമുക്കിപ്പം ആവശ്യമില്ലല്ലോ. വീട്ടിൽ ട്രോളിയൊന്നും നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ടൈമിൽ പോരെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി. പിന്നെ ബെഡ്ഷീറ്റ് ഐറ്റംസ്,
അങ്ങനെ ഒരുപാട് കേർട്ടൻസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടുന്ന ഐറ്റംസ്, പിന്നെ ലോണ്ട്രി ഐറ്റംസ്, ഒരുപാട് ലോണ്ട്രി ഐറ്റംസൊക്കെ ഓഫറിലുണ്ടായിരുന്നു. സാധാരണ നമ്മൾ നോർമലായിട്ട് വാങ്ങുന്നതിനേക്കാളും റേറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഫുഡ് സെക്ഷനും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉപ്പിലിട്ടതും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന എല്ലാ ഐറ്റംസും, ഒലിവ് ഓയിലൊക്കെ ഉപ്പിലിട്ടത്, പിന്നെ അച്ചാറുകൾ, വിഷു ആയതുകൊണ്ട് അച്ചാറും പപ്പടവും അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സദ്യയ്ക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സോസേജുകൾ, അങ്ങനെ കുബൂസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു, മീറ്റിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫിഷിൻ്റെ സെഷനിലൊന്നും ഞങ്ങൾ കയറിയില്ല. അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ സെക്ഷനിലോട്ടൊന്നും പോയില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചെടികൾ, അതെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കറ്റാർവാഴ, അങ്ങനെ എല്ലാം സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനിൽ നിന്ന് ഞാൻ കുറേ സാധനങ്ങളെടുത്ത്, കുറേ നമുക്ക് കാണുമ്പോൾ ഒരു ക്രേവിങ്സ് വരത്തില്ലേ, അപ്പോൾ ആ ഫുഡ് അതായത് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത നൊസ്റ്റാൾജിയ തോന്നുന്ന, പണ്ട് നമ്മൾ സ്കൂൾ ടൈമിൽ കഴിച്ചിരുന്ന തേൻ മിഠായി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നൊസ്റ്റാൾജിയ തോന്നിയിട്ടെടുത്തായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വ്യൂ ആണ് കാണുന്നത്. അതിൻ്റെ താഴെ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വെജിറ്റബിൾസ്, അതാണ്ട് സ്വീറ്റ് പൊട്ടറ്റോ, വിഷുവിൻ്റെ കണി ഒരുക്കേണ്ട കണി വെള്ളരിക്ക, കുക്കുംബർ, അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ നല്ല പോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ് മെലൺ, അങ്ങനെ ഓറഞ്ച്, ആപ്പിള്, മാങ്ങ, അങ്ങനെ എന്ന് വേണ്ട കണി വെക്കേണ്ട എല്ലാ ഐറ്റംസ് കണിക്കൊന്ന ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കണിക്കൊന്ന അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കണിക്കൊന്ന വരെ ഉണ്ടായിരുന്നു. ഇവിടെ വീഡിയോ എടുക്കുന്നതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കുറച്ചൊന്ന് എടുക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ എൻ്റെ സെക്ഷൻ വന്നപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്നെ പിടിക്കാൻ പോയതാണ്. കാരണം അവിടെ എത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺട്രോൾ പോവും. പിന്നെ ഞാൻ ആന കരിമ്പും കാട്ടി കയറിയ അവസ്ഥയാവും. അതുകൊണ്ട് ഞാൻ ഈ വിരൽ ചൂണ്ടി കാണിക്കുന്നതെല്ലാം വേണം എന്ന് കാണിക്കും. അതെല്ലാം ചേട്ടൻ പുറകെ നടന്ന് ട്രോളിയിൽ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ വിരൽ ചൂണ്ടി ഇത് എന്നൊക്കെയുള്ള മട്ടിൽ കാണിച്ചുകൊണ്ട് കിടക്കുന്നത്. പിന്നെ ഷൂസ്, പിന്നെ എനിക്ക് പിന്നെ ഈ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മൊത്തം വാങ്ങണമെന്നില്ല. അവർ ടേസ്റ്റിങ്ങിന് തന്നായിരുന്നെങ്കിൽ എല്ലാത്തിൽ നിന്നും ഓരോന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ലായിരുന്നു. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കി, പിന്നെ അത്യാവശ്യം വേണ്ടുന്ന വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് ഇതെല്ലാം നോക്കി അവിടെ എല്ലാം ഓടി നടന്ന് അവസാനം ബില്ല് അടിക്കാനായിട്ട് പോവുക. ഇതെല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ അവിടുന്ന് വീട്ടിലേക്കും പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you. Bye.